എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശകലനം ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ആ ഒരു വിഷയം, യക്ഷിയെ എങ്ങനെ നമ്മുടെ ജീവിത വിജയത്തിനായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഏറ്റവും ആദ്യം തന്നെ പറയട്ടെ, ഈ യക്ഷിയെക്കുറിച്ച് അല്ലെങ്കിൽ യക്ഷി കഥകളെക്കുറിച്ച് വളരെ വലിയ തെറ്റിദ്ധാരണയാണ് നമ്മുടെ സമൂഹം മുഴുവനും ഇപ്പോൾ ധരിച്ചു വച്ചിരിക്കുന്നത്. പറയാൻ കാരണം, നിങ്ങൾ കഥകളിൽ കേട്ടിട്ടുള്ള യക്ഷിയല്ല യഥാർത്ഥ യക്ഷി. ഈ യക്ഷി ഒരിക്കലും മനുഷ്യനെ ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല, മനുഷ്യൻ്റെ സന്തത സഹചാരി കൂടിയാണ്. കാരണം അത് ഒരു ദേവതയാണ്. ഈ പറഞ്ഞ ഒരൊറ്റ കാരണത്താലാണ് നമ്മുടെ ഒട്ടുമിക്ക എല്ലാ ഭഗവതി ക്ഷേത്രങ്ങളിലും യക്ഷി ഒരു ഉപദേവതയായി പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നത്. ഞാൻ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു സംശയമുള്ളവർ, നിങ്ങളുടെ വീടിനടുത്തുള്ള ഭഗവതി ക്ഷേത്രങ്ങളിൽ ഇനി പോകുമ്പോൾ അവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മാത്രവുമല്ല, മറ്റെന്തെങ്കിലും സംശയങ്ങൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടുത്തെ തിരുമേനിയോട് നിങ്ങൾ ഇതിനെക്കുറിച്ച് ഒന്ന് തിരക്കിയാൽ മതി. അതിനാൽ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടത്, ഇതുവരെ നിങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കേട്ടിട്ടുള്ള യക്ഷി കഥകളിൽ നിന്നുള്ള തെറ്റായ വിവരങ്ങളെല്ലാം അത് ദൂരീകരിച്ചുകൊണ്ട് നിങ്ങളുടെ മനസ്സിലുള്ള ഭയത്തെ ഈ നിമിഷം തന്നെ അകറ്റി നിർത്തുക. എന്നിട്ട് ഇവിടെ ഈ പറയാൻ പോകുന്ന അമൂല്യമായിട്ടുള്ള വിവരങ്ങൾ അത് സസൂക്ഷ്മം കേട്ട ശേഷം യക്ഷിയെ പ്രാർത്ഥിച്ച് ആവാഹിച്ച് കൂടെ കൂട്ടണോ വേണ്ടയോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക. എന്തായാലും ഒരു കാര്യം യാതൊരുവിധ തർക്കവുമില്ലാത്ത രീതിയിൽ നമുക്കിവിടെ തുറന്നു പറയാൻ സാധിക്കും. അതായത് ഈ പറഞ്ഞ പ്രകൃതി ശക്തിയായിട്ടുള്ള, അതായത് സൂക്ഷ്മശക്തിയായിട്ടുള്ള ഈ ഒരു യക്ഷി അതൊരു ദുർദേവതയായിരുന്നെങ്കിൽ അതിനെ യാതൊരു കാരണവശാലും ക്ഷേത്രങ്ങളിലിരുത്തി പൂജകൾ ചെയ്യില്ല. എന്തിനേറെ, എൻ്റെ ഇല്ലത്തെ കാര്യം തന്നെ എടുക്കാം. ഞങ്ങൾ അനേക സന്തതി പരമ്പരകളായിട്ട് തന്നെ, അതായത് ഏകദേശം ഒരു 200 വർഷത്തോളമായി യക്ഷിയെ ആവാഹിച്ച് കുടിയിരുത്തി കൂടെ കൊണ്ടു നടക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഉയർച്ചയല്ലാതെ യാതൊരുവിധ ദോഷവും ഇന്നുവരെ ഉണ്ടായിട്ടുമില്ല. മാത്രവുമല്ല, ഈ യക്ഷിയെ ഇങ്ങനെ ആവാഹിച്ച് കൂടെ കൊണ്ടു നടക്കുമ്പോൾ അതിൽ നിന്നും കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങൾ പ്രത്യേകിച്ച് നിങ്ങളുടെ ജീവിതയാത്രയിൽ യാതൊരുവിധ ചിട്ടവട്ടങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് നോക്കേണ്ടതില്ല. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആ ഒരു പ്രത്യേകത. അതായത് നിങ്ങൾക്ക് ഏത് ഭക്ഷണവും കഴിക്കാം. ആർത്തവം, പുല, വാലായ്മ ഇതൊന്നും യക്ഷിയെ ദേവതാ സ്വരൂപത്തിൽ ആരാധിച്ചു കൊണ്ട് നടക്കുന്നവർക്ക് യാതൊരു രീതിയിലും ബാധകമാകില്ല. ഇതെന്തുകൊണ്ട് ബാധകമാകില്ല എന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ചത്തിലെ ഒരു സൂക്ഷ്മ ശക്തിയാണ് യക്ഷി. അത് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല എങ്കിൽ പോലും അതിൻ്റെ സാമീപ്യം നമുക്ക് ഉറപ്പായിട്ടും അനുഭവിച്ചറിയാൻ സാധിക്കും. മാത്രവുമല്ല, ഈ യക്ഷി അത് സന്തത സഹചാരിയായി ഒരു വ്യക്തിയുടെ കൂടെ കൂടിയാൽ ആ വ്യക്തിക്ക് കാര്യങ്ങളെ മുൻകൂട്ടി കാണുവാനും അതിൽ തീരുമാനങ്ങൾ എടുക്കുവാനും യക്ഷി തൻ്റെ ഭക്തനെ ഉറപ്പായിട്ടും സഹായിച്ചിരിക്കും. ഈ പറഞ്ഞതിൽ യാതൊരു സംശയവുമില്ല. കാരണം ഞാൻ അനുഭവസ്ഥനാണ്. അതുപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾക്കൊരു ദുർഘട പ്രതിസന്ധി ഉണ്ടായാൽ, അതായത് ഒരു കഷ്ടത വന്നാൽ, അങ്ങനെ ചിന്തിച്ചാൽ മതി. അപ്പോൾ ആ ഒരു സമയത്ത് ഒരു അടിയന്തര ഘട്ടത്തിൽ നിങ്ങൾക്ക് എന്താണോ ആ നിമിഷം സഹായം വേണ്ടത്, അത് യക്ഷി ഉറപ്പായിട്ടും കൊണ്ടുവന്ന് തന്നിരിക്കും. ഇതിനൊരു ഉദാഹരണമായി പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഒരു ദൂരദേശത്ത് കുടുംബമടക്കം ഒരു യാത്ര പോയിരിക്കുകയാണ് എന്ന് വിചാരിക്കുക. അവിടെ നിങ്ങൾക്ക് ആരെയും അത്ര പരിചയമില്ല. ആ ഒരു നിമിഷം നിങ്ങളുടെ വാഹനം ഒരു പക്ഷേ ഒന്ന് കേടായിപ്പോയി, അല്ലെങ്കിൽ ആരോരുമില്ലാത്ത ആ ഒരു പ്രദേശത്ത് നിങ്ങൾ അകപ്പെട്ടു പോയി, അങ്ങനെ കരുതുക. അപ്പോൾ ഇങ്ങനെയുള്ള ഏതെങ്കിലും ഈ തരത്തിൽപ്പെട്ട ഒറ്റപ്പെട്ട സന്ദർഭങ്ങൾ നിങ്ങൾക്കുണ്ടായാൽ, അല്ലെങ്കിൽ നിങ്ങൾ നേരിടേണ്ടി വന്നാൽ, യക്ഷി ഉടനെ തന്നെ അവിടെ പ്രവർത്തിച്ചിരിക്കും. ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. കാരണം ഇത് എൻ്റെ അനുഭവമാണ്. പറയാൻ കാരണം, നിങ്ങളെ സഹായിക്കാനായി അതിന് സന്നദ്ധതയുള്ള ആളുകളെ യക്ഷി അവിടെ ആവാഹിച്ച് കൊണ്ടുവന്നിരിക്കും. ഈ പറഞ്ഞത് ഞാനിവിടെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു പക്ഷേ ഈ സ്ഥാനത്ത് നിങ്ങളൊരു ജോലിയുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി പോയിരിക്കുകയാണെന്നിരിക്കട്ടെ. നിങ്ങൾ യക്ഷിയെ ആവാഹിച്ചു കൂടെ കൊണ്ടു നടക്കുന്നൊരു വ്യക്തിയാണ് എങ്കിൽ, നിങ്ങളുടെ മുഖത്ത് നോക്കി ആ ജോലി നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആ മാനേജ്മെൻറ്റിന് നിങ്ങളോട് ഒരിക്കലും
പറയാൻ സാധ്യമല്ല. കാരണം യക്ഷി അവരുടെ കണ്ണുകൾ, അതായത് കണ്ണുകൾ എന്ന് ഉദ്ദേശിച്ചത് മനസ്സിൻ്റെ ആ ഒരു നിയന്ത്രണം ആ സമയം കെട്ടിയിരിക്കും. അതായത് ഈ കൺകെട്ടിലൂടെ മൂടപ്പെട്ടിരിക്കും. ഈ പറഞ്ഞ ഈ അവസ്ഥയെ വേണമെങ്കിൽ നമുക്ക് ഒരു ഹിപ്നോട്ടിസം എന്നും പറയാവുന്നതാണ്. ഇനി മറ്റൊരു ഉദാഹരണം നോക്കിയാൽ, ഇത് കേൾക്കുന്ന നിങ്ങളൊരു പക്ഷെ ഒരു ചെറുപ്പക്കാരനാണ് അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരിയാണെന്നിരിക്കട്ടെ. നിങ്ങൾ ഒരാളോട് ഒരു പ്രണയ അഭ്യർത്ഥന നടത്തുകയാണെങ്കിൽ അയാൾക്ക് നിങ്ങളുടെ മുഖത്ത് നോക്കി നോ എന്നൊരു വാക്ക് പറയാൻ സാധ്യമല്ല. ഈ പറഞ്ഞതെല്ലാം ഒരു ഉദാഹരണം എന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന എല്ലാം നിങ്ങൾക്ക് വശ്യമാകുമെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ചില ഉദാഹരണങ്ങൾ പറഞ്ഞു വെച്ചത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നിങ്ങൾ എവിടെ പോയി തൊട്ടാലും ശരി, നിങ്ങൾ തൊട്ടതെല്ലാം പൊന്നാവുന്ന ഒരു അവസ്ഥാവിശേഷമായിരിക്കും ഈ പറഞ്ഞതുപോലെ യക്ഷിയെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആവാഹിച്ച് സ്വാധീനമാക്കിയാൽ നിങ്ങൾക്ക് അനുഗ്രഹമായി മാറുന്നത്. ഇനി നമുക്ക് ഇന്നത്തെ വിഷയത്തിൻ്റെ മർമ്മ പ്രധാന ഭാഗങ്ങളിലേക്ക് കടന്നു പോകാം. ഏറ്റവും ആദ്യം ഈ പ്രപഞ്ചത്തിലെ ആ സൂക്ഷ്മശക്തിയായ യക്ഷി എന്നാൽ എന്താണ് എന്ന് ഒന്ന് ചുരുക്കി പറയാം. അതിനുശേഷം ഈ യക്ഷിയെ എങ്ങനെ ഒരു നാണയത്തിലേക്ക് ആവാഹിക്കണമെന്ന് വ്യക്തമായി പറയാം. ഈ നാണയം നിങ്ങൾക്ക് പേഴ്സിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ വീട്ടിലെ അലമാരയിൽ സൂക്ഷിക്കുകയോ ചെയ്യാം. ഇതേക്കുറിച്ച് രണ്ടാമത് പറയാം. ആദ്യം യക്ഷി എന്ന ആ ഒരു പ്രകൃതിയിലെ സൂക്ഷ്മശക്തി അത് എന്താണ് എന്നാണ് ഇനി നമ്മൾ വ്യക്തമായി മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മൾ അധിവസിക്കുന്ന ഭൂമി അല്ലെങ്കിൽ നമ്മുടെ ഈ ചുറ്റുപാടെന്ന് പറയുന്നത് കേവലം നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന ഈ ഭൗതിക വസ്തുക്കൾ മാത്രമല്ല. അതിനോട് ചേർന്ന് അല്ലെങ്കിൽ അതിൽ അന്തർലീനമായി പലതരത്തിലുള്ള ഊർജപ്രവാഹങ്ങളുണ്ട്. അതിൽ അതീവ സൂക്ഷ്മമായ എന്നാൽ മനുഷ്യജീവിതത്തെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു ഊർജ്ജരൂപമാണ് ഈ പറഞ്ഞ യക്ഷികൾ, അല്ലെങ്കിൽ യക്ഷികൾ എന്ന് വേണമെങ്കിലും പറയാം. കാരണം പുരാണങ്ങളിൽ ഏകദേശം ഒരു 36 തരം യക്ഷികളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. മാത്രവുമല്ല, ഈ യക്ഷികൾക്ക് ഓരോരുത്തർക്കും ഓരോ പ്രത്യേക ദൗത്യമാണുള്ളത് എന്നതാണ് അതിൻ്റെ ആ ഒരു വസ്തുത. കാരണം ഈ ഓരോ തരത്തിലുള്ള സൂക്ഷ്മശക്തിയും ഒന്നിനോടൊന്ന് വ്യത്യസ്തമാണ്. അതായത് ചിലർ സമ്പത്ത് നൽകുന്നവർ, ചിലർ വിദ്യ നൽകുന്നവർ, മറ്റു ചിലർ സംരക്ഷണം നൽകുന്നവർ, ഇങ്ങനെ പലതരത്തിലാണുള്ളത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രകൃതിയുടെ ഒരു മെസ്റ്റിക് എനർജി അതാണ് യക്ഷി. അല്ലാതെ നമ്മൾ ഭയപ്പെടുന്നത് പോലെ മരത്തിന് മുകളിലിരുന്ന് ചിരിക്കുന്ന അങ്ങനെയുള്ള കോമാളി രൂപങ്ങളല്ല. അത് കഥകളിൽ കൂടി പൊതുവെ ഗ്രാമങ്ങളിലെല്ലാം പ്രചരിപ്പിക്കുന്ന ഒന്നാണ്. എന്തുകൊണ്ടാണ് ഈ ഊർജം നമ്മുടെ കൂടെ നിശ്ചയമായി വേണമെന്ന് പറയുന്നത് എന്നുള്ളത് നിങ്ങൾ ഉറപ്പായിട്ടും മനസ്സിലാക്കിയിരിക്കണം. കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നല്ല രീതിയിൽ കഠിനാധ്വാനം ചെയ്തിട്ട് പോലും അതിന് വേണ്ട ഫലം കിട്ടാത്ത അവസ്ഥ ധാരാളം നമ്മൾ കാണാറുണ്ട്. അതായത് ഭാഗ്യം അത് കൈവെള്ളയിലെത്തുമ്പോൾ അത് തെന്നിപ്പോകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ ഒട്ടുമിക്ക എല്ലായ്പ്പോഴും കാണാറുണ്ട്. ഇവിടെയാണ് ഇത്തരം സൂക്ഷ്മശക്തികളുടെ സഹായം നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു കാന്തം പോലെ, അതായത് ഒരു കാന്തിക മണ്ഡലം പോലെ നമുക്ക് മുന്നേറാനായിട്ട് പോസിറ്റീവായിട്ടുള്ള അവസരങ്ങളെ നമ്മുടെ അടുത്തേക്ക് ആകർഷിക്കാൻ ഈ യക്ഷി ചൈതന്യത്തിന് സാധിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ആ ഒരു ഏറ്റവും വലിയ പ്രത്യേകത. ഇനി അടുത്തതായിട്ട് പറയുന്നത് എങ്ങനെയാണ് ഒരു നാണയത്തിലേക്ക് ഈ മഹാശക്തിയെ ആവാഹിക്കുന്നത് എന്നതാണ് ഇനി പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇതിനു വേണ്ടിയിട്ട് നമ്മളൊരു നാണയം തന്നെ ഇവിടെ തിരഞ്ഞെടുത്തത് എന്ന് നിങ്ങൾ ഒരു പക്ഷേ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകാം. ഇതിനുള്ള ഏറ്റവും പ്രധാന കാരണം ലോഹങ്ങൾ ഊർജത്തെ ശേഖരിച്ചു വയ്ക്കാൻ ഏറ്റവും മികച്ച മാധ്യമങ്ങളാണ്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട്, അതും ഈ വളരെ പുരാതന കാലം മുതൽക്കേ തന്നെ ഈ യന്ത്രങ്ങളും തകിടുകളും അന്ന് ഈ പറഞ്ഞ പോലെ ലോഹത്തിൽ തയ്യാറാക്കി ഉപയോഗിച്ചിരുന്നത്. നമുക്കിവിടെ ഇതിനു വേണ്ടിയിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളിൽ ഒന്നാമത്തേത് വൃത്തിയുള്ള ഒരു നാണയം. അതിൻ്റെ മൂല്യം എത്ര വേണമെങ്കിലും ആകാം, കാരണം അതിൻ്റെ മൂല്യത്തിൽ ഒരു പ്രസക്തിയില്ല. എന്നാലും ഒരു സിൽവർ നാണയമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതായിരിക്കും ഉത്തമം. പണ്ടുകാലങ്ങളിൽ ഈ ഒരു ആവശ്യത്തിന് ചെമ്പിൻ്റെ നാണയമാണ് അന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. അതിന് 2 അല്പം ചന്ദനം അല്ലെങ്കിൽ കുങ്കുമം. 3 കത്തുന്ന ഒരു നെയ്വിളക്ക്, അത് ചിരാത് വിളക്കോ അല്ലെങ്കിൽ
നിലവിളക്കായാലും മതി. 4, ചുവന്ന നിറത്തിലുള്ളൊരു പട്ടുതുണിയുടെ കഷ്ണം. അത് ഈ നാണയം പൊതിയാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും മതി. അതിന് ഇത് ചെയ്യേണ്ട സമയം, ഇത് ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സമയം സന്ധ്യാസമയമോ അല്ലെങ്കിൽ പുലർച്ചെ ബ്രഹ്മമുഹൂർത്തമോ ആണ്. ഈ സമയത്ത് മനസ്സ് നല്ല ശാന്തമായിരിക്കണം. ഭയം പൂർണ്ണമായി മനസ്സിൽ നിന്നും മാറ്റിവെക്കുകയും വേണം. എന്നിട്ട് സമാധാനത്തോടു കൂടി ആരംഭിക്കുക. ഇനി പറയാൻ പോകുന്ന ആവാഹന ഘട്ടം അത് ശ്രദ്ധയോടുകൂടി കേൾക്കുക. ഘട്ടം ഘട്ടമായിട്ടാണ് ചെയ്യേണ്ടത്. 1-ാം ഘട്ടം ശുദ്ധീകരണം. ആദ്യം നിങ്ങൾ കുളിച്ച് ശുദ്ധിയായി വിളക്കിന് മുൻപിൽ ഇരിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള നാണയം അല്പം പനിനീരിലോ അല്ലെങ്കിൽ തുളസി തീർത്ഥത്തിലോ കഴുകി വൃത്തിയാക്കുക. ഈ തുളസി തീർത്ഥം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസ്സിൽ അല്പം ജലമെടുത്തിട്ട് അതിൽ 2-3 കതിര് തുളസി ഇട്ടാൽ മതിയാകും. ഒരു 2-3 ചെത്തിപ്പൂവും കൂടി ഇട്ടാൽ അത് തുളസി തീർത്ഥമായി. എന്നിട്ട് ഈ പറഞ്ഞതുപോലെ ഈ നാണയം ഈ വെള്ളത്തിൽ കഴുകി വൃത്തിയാക്കുക. അതായത് വെള്ളത്തിലിട്ട് ഒന്ന് മുക്കിയെടുത്ത് കഴുകിയെടുത്താൽ മതി. ഇതിലൂടെ ആ നാണയത്തിലെ മുൻപുള്ള നെഗറ്റീവ് ഊർജ്ജങ്ങളെ നമുക്ക് ഉറപ്പായിട്ടും നീക്കം ചെയ്യാൻ സാധിക്കും. അതിന് 2-ാം ഘട്ടം, ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്ത നാണയം നിങ്ങളുടെ വലത് കൈ വെള്ളയിൽ വയ്ക്കുക. എന്നിട്ട് ഇടത് കൈ കൊണ്ട് അത് അടച്ചു പിടിക്കുക. എന്നിട്ട് ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് പറയുക, ഈ നാണയത്തിലൂടെ യക്ഷി ചൈതന്യം എന്നോടൊപ്പം ഉണ്ടാകണം, എൻ്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറ്റിത്തരണം എന്ന് നിങ്ങൾക്ക് പതുക്കെ പറയുക അല്ലെങ്കിൽ ഉറച്ച് മനസ്സിൽ വിശ്വസിക്കുകയോ ചെയ്യുക. ഇനി അടുത്തത് 3-ാം ഘട്ടം, യക്ഷിയെ പ്രീതിപ്പെടുത്താൻ സങ്കീർണമായിട്ടുള്ള മന്ത്രങ്ങളൊന്നും അറിയണമെന്നില്ല. നിങ്ങളുടെ ഉള്ളിൽ നിന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള നിങ്ങളുടെ മനസ്സറിഞ്ഞ പ്രാർത്ഥനയാണ് ഏറ്റവും വലിയ മന്ത്രം. എങ്കിലും ആ ചൈതന്യത്തെ ഉണർത്താൻ ഈ വരികൾ നിങ്ങൾ മനസ്സിലൊന്ന് ധ്യാനിക്കുക. ഓം ഹ്രീം പ്രകൃതി സ്വരൂപിണ്യേ യക്ഷിയേ നമഃ. ഈ വരികൾ 21 തവണ ആവർത്തിച്ച് ജപിക്കുക. ഓരോ തവണ ചൊല്ലുമ്പോഴും അന്തരീക്ഷത്തിലെ ഊർജം ആ നാണയത്തിലേക്ക് പ്രവഹിക്കുന്നതായി മനസ്സുകൊണ്ട് സങ്കല്പിക്കുക. ഇങ്ങനെ 21 ആവർത്തിച്ച് ജപിച്ചു കഴിയുമ്പോൾ പ്രകൃതിയിലെ ആ സൂക്ഷ്മശക്തി ആ നാണയത്തിൽ ഉറപ്പായിട്ടും സന്നിവേശിച്ചിട്ടുണ്ടാവും. ഈ പറഞ്ഞത് ഒരൊറ്റ പ്രാവശ്യം നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ നിങ്ങൾക്ക് കുറഞ്ഞത് 3 മാസത്തേക്ക് ഇങ്ങനെ ചെയ്യേണ്ടതില്ല. എന്നിട്ട് വീണ്ടും അടുത്ത 3 മാസം കൂടുമ്പോൾ ഇങ്ങനെ വീണ്ടും ആവർത്തിച്ച് ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഈ നാണയം വീണ്ടും ഊർജം ശേഖരിച്ചു കൊണ്ടേയിരിക്കും. ഇത് ഒരൊറ്റ ഇരിപ്പിൽ തന്നെ ചെയ്യാൻ ശ്രമിക്കണം. അത് കഴിഞ്ഞ ശേഷം മാത്രമേ നിങ്ങൾ ആ ഇരുന്ന ഇരിപ്പിൽ നിന്നും എഴുന്നേൽക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഏത് ദിക്കിലേക്ക് തിരിഞ്ഞിരിക്കണം എന്നത് ഒരു ഘടകമല്ല. അങ്ങനെയാണെങ്കിൽ പോലും കിഴക്ക് ദിക്കിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് കുളിച്ച് ഫ്രഷായി വന്ന ഉടനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസത്തോടു കൂടി ഇത് പൂർത്തിയാക്കാൻ സാധിക്കും. മറ്റ് യാതൊരുവിധ ചിട്ടവട്ടങ്ങളും ഇതിനാവശ്യമില്ല. ഇനി അടുത്തതായിട്ട് ഈ നാണയം എവിടെ സൂക്ഷിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ പ്രക്രിയ കഴിഞ്ഞാൽ നിങ്ങളുടെ കൈവശം ചന്ദനമുണ്ടെങ്കിൽ, അതായത് കളഭം ഉണ്ടെങ്കിൽ മാത്രം അതല്പം നാണയത്തിൽ തൊടുവിക്കുക. ഇല്ലെങ്കിൽ കുങ്കുമം തൊടിയിച്ചാലും മതി. അതിനെ തുടർന്ന് ആ ചുവന്ന പട്ട് കഷ്ണത്തിൽ പൊതിഞ്ഞ് നിങ്ങളുടെ പേഴ്സിലോ അല്ലെങ്കിൽ വീട്ടിൽ പണം സൂക്ഷിക്കുന്ന അലമാരയിലോ നിങ്ങൾക്ക് വയ്ക്കാം. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ. ഇത് ചെയ്തു കഴിഞ്ഞാൽ ഉടനടി ലോട്ടറി അടിക്കുമെന്നോ അല്ലെങ്കിൽ നിധി കിട്ടുമെന്നോ ഉള്ള ആ ഒരു പാഴ്വാക്കുകൾ ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് നിങ്ങളുടെ വഴികൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് തെളിഞ്ഞു കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഉറപ്പായിട്ടും ലാഭം വർദ്ധിച്ചിരിക്കും. മുടങ്ങിക്കിടന്ന പണം അത് തിരികെ ലഭിക്കും. വീടിനുള്ളിലുണ്ടായിരുന്ന നെഗറ്റീവ് എനർജികളെല്ലാം പുറന്തള്ളി ഒരു പോസിറ്റീവ് അന്തരീക്ഷം വീടിനുള്ളിൽ സംജാതമാകും. അതുപോലെ തന്നെ ചില ആളുകൾ ചോദിക്കാറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സംശയം എന്നോട് പലരും ചോദിക്കാറുള്ളതാണ്. അതായത് ഈ നാണയം ഇങ്ങനെ നമ്മൾ ആവാഹിച്ച് വെച്ചാൽ പിന്നീട് ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടാകുമോ എന്നുള്ള ആ ഒരു സംശയം ഒരു പക്ഷെ നിങ്ങൾക്കും ഇപ്പോൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇതിൽ 99% 100-ൽ 100% യാതൊരുവിധ ദോഷവും ഉണ്ടാകുന്നതല്ല. പറയാൻ കാരണം നമ്മളിവിടെ ആദ്യം സൂചിപ്പിച്ചതുപോലെ യക്ഷി എന്നത് ഒരു ദേവതാ സങ്കല്പമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സൂക്ഷ്മശക്തി ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കുന്നത് പോലെ മാത്രമേ യക്ഷി നിങ്ങളെയും കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഭയം ഒട്ടും തന്നെ ഇതിൽ ആവശ്യവുമില്ല. ധൈര്യമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.
ഒരു കാര്യം പ്രത്യേകം ഇവിടെ മനസ്സിലാക്കുക, അതായത് നല്ല ആത്മധൈര്യത്തോടു കൂടി മുന്നോട്ട് ഇറങ്ങി പ്രവർത്തിച്ചവർ മാത്രമേ ഇന്ന് വരെ രക്ഷപ്പെട്ടിട്ടുള്ളൂ. അതിനാൽ നിങ്ങൾക്ക് സ്വയം രക്ഷപ്പെടണമെന്ന് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമുള്ളവർ മാത്രം ഇതിനിറങ്ങി തിരിച്ചാൽ മതി. ഇതിൻ്റെ അടുത്ത പാർട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് തീർച്ചയായിട്ടും ഇവിടെ അപ്ലോഡ് ചെയ്യാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അത് മറ്റാളുകളിലേക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കും എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.